ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ജോബ് വേക്കൻസി ലിസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർക്ക് അറിയാമായിരിക്കാം ഇപ്പം പുതിയതായിട്ടുള്ള വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് ഗവൺമെന്റ് ജോബ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡിസംബറിൽ തന്നെ നമുക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് പരീക്ഷ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വന്നിരിക്കുന്നത്. ഇതിന് പരീക്ഷ ആരും എഴുതേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. മൊത്തം വേക്കൻസി വന്നിരിക്കുന്ന 1785 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ 1785 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി എന്ന് പറയുന്നത് അപ്രന്റീസ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്നതാണ്. ഈ 2023 ഡിസംബർ 23 തീയതി വരെ ഉള്ളൂ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപ മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ചാർജ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ 10th ആണ് പറഞ്ഞിരിക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും സ്കൂളിലായിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ITIയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രന്റീസ്ഷിപ്പിന്റെ ഏതെങ്കിലും NCVT അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ വേറെ കൂടുതൽ കാര്യം പറഞ്ഞിരിക്കുന്നത്, സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മെറിറ്റ് ലിസ്റ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ 50% മാർക്കാണ് നിങ്ങളുടെ 10th നിങ്ങൾ വാങ്ങേണ്ട. 50% മാർക്ക് മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ SC ST PWD വുമൻ കാൻഡിഡേറ്റ്സിന് ഒരു ഫീസും ഉണ്ടായിരിക്കുന്നതല്ല. ആപ്ലിക്കേഷന് ഫീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ ഇത് സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതായത് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ പോസ്റ്റിലാണെന്നുള്ളതൊക്കെ ഉണ്ട്. അപ്രന്റീസിന് തന്നെ ഒരുപാട് പോസ്റ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ വായിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതയും അതേപോലെ തന്നെ പ്രായപരിധിയും ഒക്കെ നിങ്ങളൊന്ന് അതിൽ നോട്ടിഫിക്കേഷനിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കറക്റ്റ് കാര്യങ്ങൾ വേണം നിങ്ങൾ കൊടുത്ത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ചിലപ്പം അവർ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ മെയിൽ ID ഒക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളത് മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതും നിങ്ങൾ മെയിലിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ സ്പാമിലൊക്കെ വരാം. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വേക്കൻസികളെല്ലാം ഓൾ ഓവർ ഇന്ത്യയിലാണ് വരുന്നത്. പിന്നെ റിക്രൂട്ട്മെന്റ് ടൈപ്പ് ആണെങ്കിൽ അപ്രന്റീസ് ട്രെയിനിങ്ങിന്റെ ഇതാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1785 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ളത്. പിന്നെ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ്. പിന്നെ റെയിൽവേയിലേക്ക് കിട്ടാൻ വലിയ പാടുള്ളതൊന്നുമല്ല, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, ഇതിൽ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം, 23 തീയതിയാണ്. ഡിസംബർ 23 തീയതി 2023 ഇത് ലാസ്റ്റ് ഡേറ്റ്. അത്രയും വരെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോകരുത്. എന്താ വെച്ചാൽ സെർവറൊക്കെ ലാസ്റ്റ് സമയത്തൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സെർവറൊക്കെ ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rrcser.co.in ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഞാൻ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ.
അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒഫീഷ്യൽ ലിങ്കും നോട്ടിഫിക്കേഷനും എല്ലാം ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ് റെയിൽവേയിലേക്ക് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏത് ജോബാണ് വേണ്ടത്, ഏത് സ്ഥലത്തേക്കാണ് ജോബ് വേണ്ടതെന്നുള്ളത് ഒറ്റ കമന്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇനി പി എസ് സിയുടെയും അതേപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സ് ഒക്കെ കുറേ വരുന്നുണ്ട് വേക്കൻസികൾ. ഞാൻ അതെല്ലാം ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.